ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരുപാട് താരങ്ങളെ കൊണ്ടുവരാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ഇന്നലെ എൽ ചിരിങ്കിറ്റോ ടിവിയുടെ മാധ്യമ പ്രവർത്തകനായ ജോസഫ് പെഡ്രറോൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സൈനിങ് കൂടി ഈ ട്രാൻസ്ഫർ ജാലകം അടക്കുന്നതിന് മുന്നേ റയൽ നടത്തിയേക്കും എന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ അവകാശപ്പെടുന്നത്. അത് ഒരു മിഡ്ഫീൽഡർ ആയിരിക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആരായിരിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു മിഡ്ഫീൽഡറെ കൂടി എത്തിക്കാൻ റയൽ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൽ ചിരിങ്കിറ്റോ ടിവിയുടെ ജോസഫ് പെഡ്രറോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, 3 ഓപ്ഷനുകളാണ് നിലവിൽ റയലിന്റെ മുന്നിൽ ഉള്ളത്. അതിലൊന്ന് മാർട്ടിൻ ജുബിമെൻഡി തന്നെയാണ്. ഗണ്ണേഴ്സിന് വേണ്ടി കളിക്കുന്ന സ്പാനിഷ് താരത്തിന് വേണ്ടി റയൽ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഇന്നലെ മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഹൊസെ മൊറീഞ്ഞോ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ സമ്മതം മൂളിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജുബിമെൻഡിക്ക് വേണ്ടി റയൽ ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ ജുബിമെൻഡി തന്നെയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അത് കീസ് സ്മിത്ത് ആണ്. നമുക്കറിയാം, ഡച്ച് യുവതാരമാണ് ഇദ്ദേഹം. അൽക്കമാറിന് വേണ്ടി കളിക്കുന്ന താരമാണ്. വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന ഈ താരത്തെ മധ്യനിരയിൽ എവിടെ വേണമെങ്കിലും കളിപ്പിക്കാം. അങ്ങനെ റയൽ ഇപ്പോൾ കീസ്മിത്തിന് വേണ്ടി കൂടി ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ മൂന്നാമത് ഒരു പേര് കൂടി ഉയർന്നു കേട്ട് തുടങ്ങിയിട്ടുണ്ട്. 19 വയസ്സുള്ള സെർജിയോ മാർട്ടിനസ് എന്ന താരത്തിന്റെ പേരാണ് ഉയർന്നു കേട്ടിട്ടുള്ളത്. ലാലിഗ ക്ലബ്ബായ റൈസിംഗ് സാന്റാൻഡറിന് വേണ്ടി കളിക്കുന്ന താരമാണ് സെർജിയോ മാർട്ടിനസ്. കേവലം 19 വയസ്സ് മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ്. സ്പെയിനിന്റെ അണ്ടർ 19 ടീമിന് വേണ്ടിയൊക്കെ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഈ താരത്തെ കൂടി റയൽ മോണിറ്റർ ചെയ്യുന്നു എന്നാണ് സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ എസ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും മികച്ച ഒരു മധ്യനിര താരത്തെ ഇപ്പോൾ റയലിന് ആവശ്യമാണ്. ജുബിമെൻഡി, കീസ്മിത്ത്, അതുപോലെ തന്നെ സെർജിയോ മാർട്ടിനസ് എന്നിവരെയാണ് റയൽ ഇപ്പോൾ പരിഗണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.